കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നിയമസഭാംഗം എ.സി. മൊയ്തീന് കല്ലുംപുറത്ത് സ്വീകരണം നൽകി. മണ്ഡലത്തിൽ 2 ദിവസങ്ങളായി നടക്കുന്ന സ്വീകരണ പരിപാടികളുടെ ഭാഗമായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് സ്വീകരണം നൽകിയത്. വിവിധ സംഘടനകൾ MLA ഹാരാർപ്പണം നടത്തി. സ്വീകരണത്തിന് എ.സി. മൊയ്തീൻ നന്ദിയും പറഞ്ഞു. ഇടതുപക്ഷം ദുർബലമായിട്ടുണ്ട്. തോൽവി കൊണ്ട് പക്ഷേ മതവർഗീയവാദത്തോടും ഭീകരവാദത്തോടും വർഗീയവാദത്തോടും സന്ധിയില്ലാത്ത പോരാട്ടം അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും നടത്തിയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നതെന്നും കേരളത്തിന്റെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുവാൻ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും എ.സി. മൊയ്തീൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ നേതാക്കൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. ഉജ്ജ്വലമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നേടിയത്. ഈ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളോടും പ്രവർത്തകരോടും ഞങ്ങൾ വോട്ട് ചെയ്തും നാനാവിധത്തിലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സഹായിക്കുകയും ചെയ്ത കരുണാകരനെ മാറ്റാൻ, ആന്റണിയെ മാറ്റാൻ, അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയെ മാറ്റാൻ വൃത്തികെട്ട എല്ലാ രാഷ്ട്രീയവും ഗ്രൂപ്പ് രാഷ്ട്രീയവും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ തെരുവിൽ തല്ല്. ചിലരുടെ ഫ്ലക്സ് വയ്ക്കുന്നു, പാലൊഴിക്കുന്നു, കരിയോയിൽ ഒഴിക്കുന്നു, ചിലരുടെ ഫ്ലക്സിലേക്ക് തുപ്പുന്നു, ഒക്കെ കോൺഗ്രസ്സാണ്. അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റ് പറയുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ഈ തെരുവിൽ തല്ല് എന്നാണ്. ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് ഭൂഷണമാണ്, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതല്ല. ഇന്ന് ഗവൺമെന്റ് മിഷണറിയോ പ്രവർത്തിക്കുന്നില്ലല്ലോ, കെയർടേക്കർ ഗവൺമെന്റ് ആണല്ലോ. സ്കൂൾ കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടുമോ? പെൻഷൻ കൊടുക്കുമെന്നുള്ളതിന് ഉറപ്പുണ്ടോ? രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ട ദിവസങ്ങളല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്? കോൺഗ്രസിന്റെ ഈ ഗ്രൂപ്പ് വഴക്കും തമ്മിൽ തല്ലും കേരളത്തിന്റെ വികസനത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതിനെതിരായിട്ടുള്ള പോരാട്ടവും കേരളത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കുള്ള കുറവുകൾ, പോരായ്മകൾ അത് പരിശോധിച്ച് തിരുത്തി ഞങ്ങളൊക്കെ കൂലിക്ക്, തൊഴിലിന്, ഭൂമിക്ക്, മനുഷ്യന് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി അധികാരം കിട്ടിയപ്പോൾ ഇടപെട്ടവരാണ്.